ഹലോ, ഇന്ന് എന്ത് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഐഡിയ ഉണ്ടോ? എന്തായാലും ക്യാപ്ഷൻ കണ്ടപ്പം എല്ലാവർക്കും ഐഡിയ കിട്ടിക്കാണും. ഒരു ജേർണൽ ബുക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതും വൈറ്റ് പേപ്പർ യൂസ് ചെയ്തിട്ടല്ല, ഗ്രിഡ് ലൈൻസ് ഉള്ള പേപ്പർ യൂസ് ചെയ്തിട്ട്. എനിക്ക് ഗ്രിഡ് ജേർണൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ദിവസം എൻ്റെ വൈറ്റ് കളർ ബ്ലാങ്ക് ആയിട്ടുള്ള ബുക്കിൽ ലൈൻസ് വരച്ചിട്ട് ജേർണൽ ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രിഡ് ജേർണൽ ബുക്കിൽ ജേർണൽ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് പേപ്പർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഗ്രിഡ് ലൈൻസ് വെച്ചിട്ട്. ഇത്രയാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. എന്നിട്ട് അതിനെ നമുക്ക് ഫോൾഡ് ചെയ്യണം. മിഡിൽ പോർഷൻ കറക്റ്റ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്യണം. ഇതേപോലെ ഈ ഫോൾഡ് ചെയ്തെടുക്കുമ്പം നമുക്ക് ഈ സൈസ് കുറഞ്ഞതിൻ്റെ കാര്യം ഞാൻ താഴെയുള്ള ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് ജേർണൽ ബുക്ക് ഉണ്ടാക്കിയിട്ട് ജേർണൽ ചെയ്യുമ്പം അതൊരു വൃത്തികേടായിട്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോർഷൻ കട്ട് ചെയ്തത്. ആ പോർഷൻ കട്ട് ചെയ്യുമ്പം കുറച്ച് ലെങ്ത്ത് കുറയും, എന്നാലും ചെറിയ ബുക്കൊക്കെ ആകുമ്പോൾ ക്യൂട്ടായിട്ടിരിക്കും. ഇതേപോലെ ഞാൻ ഒരു 10 പേജസ് എടുത്തിട്ടുണ്ട്. സെൻറ്റർ ഫോൾഡ് ചെയ്ത് ഇതേപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്താൽ സ്റ്റിക്ക് ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യാം. ആ ഒരു കട്ട് ചെയ്തെടുത്തതിൻ്റെ വേസ്റ്റാണ് ഇത്. പേപ്പറിനെക്കാട്ടിലും കൂടുതൽ വേസ്റ്റാണ് ഇവിടെ ഉണ്ടായത്. ഈ ഒരു വേസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ആ ബുക്ക് ഒന്ന് നല്ല നീറ്റായിട്ട് കിട്ടും. ഇങ്ങനെ നീറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വൈറ്റ് പോർഷൻ കട്ട് ചെയ്യാതെ ഇരിക്കാം. നമ്മുടെ സാധാ നോട്ട്ബുക്കിലെ പോലെ വൈറ്റ് പോർഷൻ കിടക്കും. പിന്നെ ജേർണൽ ആയതുകൊണ്ട് കുറച്ച് ക്യൂട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ ആ ഒരു ലെങ്ത്തും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്നുകൂടെ മിനി സൈസ് ആക്കിയത്. എന്നിട്ട് ഇതേപോലെ എല്ലാത്തിനെയും ഒന്ന് ഓർഡറാക്കി വെക്കണം. ഈ ഓർഡറാക്കി വെച്ചിട്ട് നമുക്കിതിൽ ഈ ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ ഇടയ്ക്ക് മീഷോന്ന് വാങ്ങിച്ചൊരു ഗ്ലൂ ആണ്. നല്ല പെർഫെക്റ്റ് ഗ്ലൂ ആണ്. ഞാൻ മിനി നോട്ട് ബുക്ക് ഉണ്ടാക്കിയ ഷോർട്സ് ഇട്ടിരുന്നു. ആ ഒരു മിനി നോട്ട് ബുക്ക് എല്ലാം ഉണ്ടാക്കാൻ ഞാൻ ഈ ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. നോട്ട് ബുക്ക് ഉണ്ടാക്കാൻ ഈ ഗ്ലൂ നല്ല ബെസ്റ്റ് ഗ്ലൂ ആണ്. പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്ത് കിട്ടും. നമുക്ക് ഡ്രൈ ആവാനൊന്നും ടൈമേ വേണ്ട. അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് ഉണ്ടാക്കാനും ഈ ഗ്ലൂ തന്നെയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഫോൾഡ് ചെയ്ത പേപ്പറിൻ്റെ 2 സൈഡിലും ഞാൻ 2 ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഉണ്ടാക്കിയ ക്ലിപ്പാണ്. ഇപ്പം എല്ലാ യൂട്യൂബ് ചാനൽസിലും ഈ ഒരു ക്ലിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ട്. ഞാനും ഈ ക്ലിപ്പൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞു നോട്ട്ബുക്കെല്ലാം ഉണ്ടാക്കുന്നത്. ഈ ഒരു ഗ്ലൂ ഒരു പേസ്റ്റ് പോലെയാണ് തോന്നുന്നത്. അത് ആ ബുക്കിൽ ഒഴിക്കുമ്പം രാവിലെ ബ്രഷ് ചെയ്യുന്നൊരു ഓർമ്മയും വരുന്നുണ്ട്. ഞാൻ എന്തായാലും കുറേ ഗ്ലൂ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബുക്ക് പേപ്പറൊന്നും ഇളകിപ്പോകാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ടൊരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കൈ വെച്ച് സ്പ്രെഡ് ചെയ്താലും മതി. പക്ഷേ ഈ ഗ്ലൂ കയ്യിലാവുമ്പം അത് പെട്ടെന്ന് ഡ്രൈ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് സ്പ്രെഡ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലും ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് ക്ലിപ്പാണ്. ഇത് നമുക്ക് ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ക്ലിപ്പ് തന്നെയാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ആ ഒരു ക്ലിപ്പ് വയ്ക്കുമ്പം പേപ്പർ പ്രസ്സായി ഗ്ലൂ വീണ്ടും മുകളിലോട്ട് വരും. അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ക്ലിപ്പിനെ ഞാൻ താഴ്ത്തി വെച്ചിട്ട് ഇനി നമുക്കിതിനെ ഡ്രൈ ചെയ്യാൻ വെച്ചാൽ മതി. ഇതൊന്ന് ഡ്രൈ ചെയ്യാൻ ഒരു 10-15 മിനിറ്റൊക്കെ വെക്കണം. ഞാനിവിടെ 10 മിനിറ്റേ വെക്കണുള്ളൂ. കൂടുതൽ ടൈം വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും ഈ ബുക്ക്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിനെ ഡ്രൈ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് പ്രോസസ്സ് എല്ലാം ചെയ്യാനുള്ളത്. ഈ ബുക്ക് ഡ്രൈ ആവുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ സൈഡിൽ കൊണ്ടുവച്ച് അതിനെ പെട്ടെന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും ബുക്കിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ പേജും കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ ബുക്ക് ഉണ്ടാക്കുമ്പം എല്ലാ പേജും സ്റ്റിക്കായോന്ന് വേണം നോക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബുക്കെല്ലാം റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പേപ്പേഴ്സ് എല്ലാം ഇളകി വരുന്നത്. ആ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പേപ്പറും ഇതേപോലെ തിരിച്ച് നോക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് ഗ്ലൂ വന്ന് ആ പേപ്പർ സ്റ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. ഗ്ലൂ വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോഴേ ഉണ്ടാവാറുള്ളൂ. വലിയ ബുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഗ്ലൂ ഈ സെൻറ്റർ പോർഷനിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത്. ആ ഒരു പ്രോബ്ലം മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നുണ്ട്. ബുക്ക് സ്റ്റിക്കാവുകയില്ല. നമ്മുടെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സ്റ്റിക്കാതിരിക്കാൻ ഇത് നല്ലൊരു ഐഡിയ ആണ്. ഞാൻ എല്ലാ ബുക്കും ഉണ്ടാക്കുമ്പോഴും ഇതേപോലത്തെ ഐഡിയ ആണ് യൂസ് ചെയ്യാറ്. നമ്മുടെ സ്മാൾ ബുക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഐഡിയ ഒന്നും വേണ്ട. ഇതേപോലത്തെ ലാർജ് സൈസിലുള്ള ബുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഇതേപോലെ 10 പേജസ് ഞാൻ ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഈ ഗ്രിഡ് ജേർണൽ ബുക്ക് ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആയി ജേർണലൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇനി ഇതിനെ റാപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യണം.
എന്തുണ്ടാക്കിയാലും നമുക്കതൊന്ന് ക്യൂട്ടാക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഡെക്കറേഷൻസ് എല്ലാം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചു. പിൻട്രസ്റ്റിലൊക്കെ കുറേ നോക്കി എല്ലാ ഡെക്കറേഷൻസും. പക്ഷേ എനിക്കത് ഒന്നും ഒരിഷ്ടം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഐഡിയ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഈ ബുക്കിൽ ചെയ്തു വരുമ്പം അതെങ്ങനെയാവുമെന്നറിയില്ല. നമുക്കെന്തായാലും നോക്കാം. ഇപ്പം എല്ലാ പേപ്പറും ഇതേപോലെ ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇത് ഈ ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് കവർ ചെയ്യേണ്ട, ആദ്യത്തെ പേജ് തന്നെ നമുക്ക് ഒരു ജേർണൽ ചെയ്തിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇത് നമുക്കൊരു നല്ല കളർഫുള്ളായിരിക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ തന്നെ യൂസ് ചെയ്യാമെന്ന്. ഞാൻ ഇവിടെ ഈ ഡയറി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ ആ ഒരു പ്രോസസ്സ് തീർന്നിട്ടുണ്ട്. എല്ലാ പേജും ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. ഇനി ഒരു പ്രോബ്ലം ഇല്ല. ഇനി നമുക്കിനെ കവർ ചെയ്തെടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കളർ പേപ്പർ ഓർമ്മയുണ്ടോ? ഞാൻ കളർ പേപ്പർ വെച്ചാണ് ചെയ്യുന്നത്. ഓറഞ്ച് കളർ പേപ്പർ, ഒരു A4 സൈസിലുള്ള ഓറഞ്ച് കളർ പേപ്പറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ബുക്കിൻ്റെ സൈസ് വെച്ച് അതിൻ്റെ സെൻറ്റർ പോർഷൻ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വേണം സ്റ്റിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ബുക്കിൻ്റെ റാപ്പർ മുകളിലോ താഴെയോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ തന്നെ വയ്ക്കണം. എന്നിട്ട് നെക്സ്റ്റും ഞാൻ ആദ്യം യൂസ് ചെയ്ത ഗ്ലൂ തന്നെയാണ് എടുക്കുന്നത്. ആ ഗ്ലൂ ആകുമ്പോൾ ചിലപ്പോൾ ഫെവിക്കോളൊക്കെ എടുക്കുകയാണെങ്കിൽ ബുക്കിൻ്റെ വെയിറ്റ് കാരണം ആ പേപ്പർ ബുക്കിൽ നിന്ന് ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്ലൂ തന്നെ വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ റാപ്പർ നമ്മൾ കളർ പേപ്പർ വെച്ച് ചെയ്തുകൊണ്ട് കളർ പേപ്പർ മാത്രം പിടിച്ച് ബുക്കിനെയൊക്കെ പൊക്കിയെടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ താഴെ വീഴും. കാരണം നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ചാണ് ബുക്ക് ഉണ്ടാക്കിയത്, അത് മാത്രം മറക്കരുത്. അങ്ങനെ ഗ്ലൂ എല്ലാം ആക്കിയിട്ട് ഞാൻ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. സെൻറ്ററിൽ വെച്ച് ഒരു ഫുൾ ഷീറ്റ് പേപ്പർ വെച്ചാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. എന്തായാലും സ്റ്റിക്കൊക്കെ ചെയ്തു വന്നപ്പം ഗ്രിഡ് ജേർണലൊക്കെ ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ബാക്കി ഡെക്കറേഷൻ കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റ് ഫോൾഡിങ് ചെയ്താൽ എല്ലാം പെട്ടെന്ന് സ്റ്റിക്കായി എടുക്കും. അപ്പോൾ നമ്മുടെ ബുക്ക് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും ഇതിൽ ജേർണൽ ചെയ്താൽ മതി. അതിനു മുന്നേ നമുക്കിത് കുറച്ചുകൂടി ഡെക്കറേഷൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു സ്കെയിലും ബ്ലാക്ക് സ്കെച്ചും എടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ കുറച്ച് ലൈൻസാണ് വരച്ചെടുക്കുന്നത്. അതും ഡ്രോപ്പ് പോലത്തെ ചെറിയ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രിഡ് ജേർണൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതിന് നിങ്ങൾക്ക് വേറെ ഏത് കളർ വെച്ചാണെങ്കിൽ ചെയ്യാം. ഓറഞ്ച് ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗ്രീൻ അത് കുറച്ച് ലൈറ്റ് കളർ ആയതുകൊണ്ട് ഓറഞ്ചിൽ കാണില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് എടുത്തു. ബ്ലാക്കും ഓറഞ്ചും നല്ല കോമ്പിനേഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആയിരിക്കും ഓറഞ്ചിന് നല്ലൊരു കളർ. ഇതേപോലെ 4 സൈഡിലും ഈ ലൈൻസ് ഇട്ട് കൊടുക്കണം. 4 സൈഡിലും ലൈൻ ഇടുമ്പം അത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഡ്രോപ്പ് അല്ല സ്ട്രെയിറ്റ് ലൈനും ചെയ്തു കൊടുക്കാം. ഞാനിവിടെ എന്തായാലും ഡ്രോപ്പ് ആയിട്ടാണ് ലൈൻ ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ബുക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ 4 സൈഡിലും ലൈൻ ചെയ്യണം. ഈ ലൈൻ ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ഈ ലൈൻ ചെയ്തിട്ട് സ്ലോ ആയിട്ട് വേണം സ്കെയിൽ എടുക്കാൻ. അല്ലെങ്കിൽ സ്കെയിലിൻ്റെ ആ ഒരു സ്കെയിലിരിക്കുന്ന സ്കെച്ച് പെൻ ഉണ്ടല്ലോ, ആ കളറ് ആ ബുക്കിൽ മൊത്തമായി ബുക്ക് കൊളാവാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ടേ ആവുള്ളൂ, പക്ഷെ ചെറിയൊരു കളറ് പോലും ബുക്കിലാകുമ്പം പിന്നെ നമുക്ക് ഒരു ഭംഗി തോന്നില്ല. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഗ്രിഡ് ലൈൻസും വരച്ച് തരണം. ഇതിലെന്തായാലും ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു റിബണാണ് വെച്ചത്. റിബണിൻ്റെ ആ ഷാഡോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. റിബൺ എനിക്ക് എല്ലാ ബുക്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. റിബൺസ് ആകുമ്പോൾ ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്ത ഒരു ലുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ജേർണലിൻ്റെ ഡെക്കറേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത്ര സിമ്പിൾ ഡെക്കറേഷനേ കൊടുത്തിട്ടുള്ളൂ. വേറെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് സിമ്പിളായിട്ട് ഇനി എന്തിനാണ് കൊളാക്കാൻ പോകുന്നതെന്ന് വെച്ച് ഇത്രേ ചെയ്തുള്ളൂ. എന്തായാലും ഇനി ബുക്ക് റെഡി ആയതുകൊണ്ട് നമുക്ക് ബുക്കിൽ ജേർണൽ ചെയ്യണമല്ലോ. ജേർണൽ ചെയ്യുമ്പം ഈ ഒരു ഗ്രിഡ് ലൈൻസ് ആയതുകൊണ്ട് അത് ഏത് പേപ്പർ ഒട്ടിച്ചാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രിഡ് ജേർണൽ തന്നെ സെലക്ട് ചെയ്തത്. ഫസ്റ്റ് എല്ലാം ഞാൻ ജേർണൽ ചെയ്തിരുന്നത് ഡയറിയിലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജേർണലിൻ്റെ ബുക്ക് മാറ്റാറുണ്ട്. അത് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എന്തായാലും ഞാനൊരു ഗ്രീൻ കളർ ബുക്കായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്തായാലും ഓറഞ്ച് കളർ ബുക്ക് നമുക്ക് ജേർണൽ ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത കുറച്ച് പ്രിൻ്റ് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സ് എല്ലാം അതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചെടുക്കുന്നുണ്ട്. ആ ഗേൾ, പിന്നെ ഈ ടെഡി ബിയർ, അങ്ങനെ ആനിമൽസിൻ്റെ ഗേൾസിൻ്റെ കുറച്ചൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രിൻ്റ് എടുത്തപ്പോഴേ എനിക്ക് മനസ്സിലൊരു ഇതുണ്ടായിരുന്നു,
ഗ്രിഡ് ലൈൻസ് ഉള്ള ജേർണൽ ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിലെന്തായാലും ഒന്ന് സ്റ്റിക്ക് ചെയ്യണം. ഈ ഒരു പാറ്റേൺ ഞാൻ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പേപ്പർ ആയതുകൊണ്ട് ക്യൂട്ടായിട്ടാണ് ചെയ്തത്. കുറേ ഹെവി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ജേർണൽ എങ്ങനെയുണ്ട്? ജേർണൽ ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ജേർണൽ ഇഷ്ടപ്പെട്ടോന്നും ഈ ബുക്ക് ഇഷ്ടപ്പെട്ടോന്നും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് കളറാണെന്നും സജസ്റ്റ് ചെയ്യണം. ആ ഒരു കളറിലായിരിക്കും നമ്മൾ അടുത്ത ജേർണൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ബുക്കാണ് ഗ്രിഡ് ജേർണൽ. ബൈ ബൈ.